38 മാസങ്ങൾ കൊണ്ട് റോബോട്ടുകൾ നിർമ്മിച്ച ചൈനയിലെ ചോങ്ജിങ് റെയിൽവേ സ്റ്റേഷൻ ലോകത്തിനു മുന്നിൽ അത്ഭുതമായി ഉയർന്നു നിൽക്കുന്നു. നമസ്കാരം, ഞാൻ ജാസ്മിൻ. ലോകത്തിലെ ഏറ്റവും വലിയ റെയിൽവേ സ്റ്റേഷൻ 38 മാസങ്ങൾക്കുള്ളിൽ നിർമ്മാണം പൂർത്തിയായി. നിർമ്മാണ സ്ഥലത്ത് പ്രധാനമായും ജോലി ചെയ്തത് മനുഷ്യരല്ല, മറിച്ച് റോബോട്ടുകൾ. ചൈനയിലെ ചോംബിങ് ഈസ്റ്റ് റെയിൽവേ സ്റ്റേഷൻ ഇന്ന് ലോകത്തിന്റെ ശ്രദ്ധ പിടിച്ചുപറ്റുന്നത് ഈ പ്രത്യേകതകളാലാണ്. US പ്രസിഡന്റിന്റെ ചൈന സന്ദർശനത്തിനിടെ ശതകോടീശ്വരൻ ഇലോൺ മസ്ക് തന്റെ എക്സ് അക്കൗണ്ടിൽ ഈ സ്റ്റേഷന്റെ നിർമ്മാണ വീഡിയോ പങ്കുവച്ചതോടെ ഈ പദ്ധതി ആഗോള ചർച്ചയായി മാറി. പൊതുഗതാഗത സംവിധാനങ്ങളെ പലപ്പോഴും വിമർശിക്കുന്ന മസ്ക് എന്തുകൊണ്ടാണ് ഇത്തരമൊരു വീഡിയോ പങ്കുവച്ചതെന്നതും അതിശയം. എന്നാൽ ചൈനയുടെ സാങ്കേതിക വിദ്യാ മുന്നേറ്റവും അതിവേഗ അടിസ്ഥാന സൗകര്യ വികസനശേഷിയും ലോകത്തിനു മുന്നിൽ വീണ്ടും തെളിയിക്കുന്ന ഉദാഹരണമായാണ് ചോങ്ജിങ് ഈസ്റ്റ് റെയിൽവേ സ്റ്റേഷൻ പദ്ധതി വിലയിരുത്തപ്പെടുന്നത്. ചോങ്ജിങ് എന്ന നഗരം ചൈനയുടെ തെക്കു പടിഞ്ഞാറൻ ഭാഗത്താണ് സ്ഥിതി ചെയ്യുന്നത്. ജനസംഖ്യയുടെയും ഭരണപരമായ വിസ്തൃതിയുടെയും കാര്യത്തിൽ ഇത് ചൈനയിലെ ഏറ്റവും വലിയ നഗരങ്ങളിലൊന്നാണ്. 3000 വർഷത്തിലേറെ പഴക്കമുള്ള ഈ നഗരം 2ാം ലോകമഹായുദ്ധകാലത്ത് ചൈനയുടെ താൽക്കാലിക തലസ്ഥാനവുമായിരുന്നു. 1960കളിലെ തേർഡ് ഫ്രണ്ട് ക്യാമ്പയിൻ എന്ന വ്യവസായ വികസന പദ്ധതിയോടെയാണ് ചോങ്ജിങ് വലിയ സാമ്പത്തിക കേന്ദ്രമായി മാറിയത്. തീരദേശങ്ങളിലേക്കുള്ള വ്യവസായങ്ങളെ സുരക്ഷാ കാരണങ്ങളാൽ ഉൾനാടൻ പ്രദേശങ്ങളിലേക്ക് മാറ്റിയപ്പോൾ ചോങ്ജിങ് വലിയ വ്യവസായ നഗരമായി വളർന്നു. ഇന്ന് ഓട്ടോമൊബൈൽ, ലാപ്ടോപ്പ്, സെമി കണ്ടക്ടർ നിർമ്മാണ രംഗങ്ങളിൽ ലോകത്തിലെ പ്രധാന കേന്ദ്രങ്ങളിലൊന്നാണ് ഈ നഗരം. വർഷം തോറും 100 കണക്കിന് ബില്യൺ ഡോളറിന്റെ സമ്പദ് വ്യവസ്ഥയാണ് ചോങ്ജിങ് കൈകാര്യം ചെയ്യുന്നത്. 2025 മെയ്യിലാണ് ചോങ്ജിങ് ഈസ്റ്റ് റെയിൽവേ സ്റ്റേഷൻ പൊതുജനങ്ങൾക്കായി തുറന്നത്. ഫ്ലോർ ഏരിയയുടെ അടിസ്ഥാനത്തിൽ ലോകത്തിലെ ഏറ്റവും വലിയ റെയിൽവേ സ്റ്റേഷനായാണ് ഇത് കണക്കാക്കപ്പെടുന്നത്. 12.2 ലക്ഷം ചതുരശ്ര മീറ്റർ വിസ്തീർണമുള്ള ഈ സ്റ്റേഷനിൽ 15 പ്ലാറ്റ്ഫോമുകളും 29 ട്രാക്കുകളുമുണ്ട്. 8 നിലകളിലായി മണിക്കൂറിൽ 18,000 യാത്രക്കാരെ കൈകാര്യം ചെയ്യാനുള്ള ശേഷിയും ഈ റെയിൽവേ സ്റ്റേഷനുണ്ട്. ഹൈസ്പീഡ് റെയിൽ, മെട്രോ, ബസ്, ടാക്സി സേവനങ്ങളെ ഒരൊറ്റ സമുച്ചയത്തിലേക്ക് ഏകോപിപ്പിച്ചിരിക്കുന്നു എന്നതാണ് ഈ റെയിൽവേ സ്റ്റേഷന്റെ മറ്റൊരു പ്രത്യേകത. ഈ സ്റ്റേഷനെ ലോക ശ്രദ്ധയിലെത്തിച്ചത് അതിന്റെ നിർമ്മാണ രീതിയാണ്. 2022 മെയ്യിൽ ബ്ലൂ പ്രിന്റ് ലഭിച്ച ശേഷം വെറും 38 മാസത്തിനുള്ളിൽ പദ്ധതി പൂർത്തിയായി. ചൂടേറിയ കാലാവസ്ഥയും ദുഷ്കരമായ ഭൂപ്രകൃതിയും മറികടക്കാൻ ഈ സ്റ്റേഷന്റെ നിർമ്മാണത്തിനായി ചൈന വലിയ തോതിൽ റോബോട്ടുകളെയാണ് വിന്യസിച്ചത്. അതിലൊരു വിഭാഗമാണ് ലേസർ ഗൈഡഡ് സ്ക്രീഡ് റോബോട്ടുകൾ. കോൺക്രീറ്റ് തറ നിരപ്പാക്കാൻ ഉപയോഗിച്ച ഈ റോബോട്ടുകൾ മനുഷ്യരെക്കാൾ 3 ഇരട്ടി വേഗത്തിൽ ജോലി ചെയ്തു. മില്ലിമീറ്റർ കൃത്യതയിൽ പ്രവർത്തിക്കാൻ ഇവയ്ക്കായി. അങ്ങനെ നിർമ്മാണ ചെലവ് വൻതോതിൽ കുറഞ്ഞു. ചോങ്ജിങ് റെയിൽവേ സ്റ്റേഷൻ നിർമ്മിക്കാനായി ചൈന ഉപയോഗപ്പെടുത്തിയ മറ്റൊരു വിഭാഗം റോബോട്ടുകളാണ് ഗ്ലാസ് ഇൻസ്റ്റലേഷൻ റോബോട്ടുകൾ. 800 കിലോഗ്രാം വരെ ഭാരമുള്ള ഗ്ലാസ് പാനലുകൾ അപകട സാധ്യതയില്ലാതെ സ്ഥാപിക്കാനാണ് ഈ പ്രത്യേക റോബോട്ടുകളെ ഉപയോഗപ്പെടുത്തിയത്. മനുഷ്യർക്ക് അതീവ അപകടകരമായ ജോലികൾ ഈ റോബോട്ടുകൾ കൃത്യതയോടെ നിർവഹിച്ചു. ഇവയെ കൂടാതെ വെൽഡിംഗ്, പെട്രോളിംഗ് റോബോട്ടുകളും ചൈന ഉപയോഗപ്പെടുത്തി. ഏതു ദിശയിലേക്കും തിരിയാവുന്ന വെൽഡിംഗ് റോബോട്ടുകളും 24 മണിക്കൂറും സുരക്ഷാ നിരീക്ഷണം നടത്തിയ പെട്രോളിംഗ് റോബോട്ടുകളും നിർമ്മാണ വേഗത വർദ്ധിപ്പിച്ചു. ചൈന റെയിൽവേ 11ാം ബ്യൂറോയുടെ കണക്കുകൾ പ്രകാരം ഇത്തരത്തിൽ റോബോട്ടുകളെ വിനിയോഗപ്പെടുത്തിയതിലൂടെ നിർമ്മാണ ചെലവ് പകുതിയായി കുറഞ്ഞു എന്നതാണ്. അതോടൊപ്പം കാര്യക്ഷമത 3 ഇരട്ടിയായി വർദ്ധിച്ചു. കൂടാതെ സുരക്ഷാ വീഴ്ചകൾ 90% വരെ കുറയ്ക്കാനായെന്നും റെയിൽവേ ബ്യൂറോയുടെ കണക്കുകൾ പറയുന്നു. പുതിയ സ്റ്റേഷൻ പ്രവർത്തനം ആരംഭിച്ചതോടെ ചോങ്ജിങ്ങിൽ നിന്നുള്ള യാത്രാ സമയം ഗണ്യമായി കുറഞ്ഞു. ഇപ്പോൾ ചെങ്ഡുവിലേക്ക് 1 മണിക്കൂറിൽ എത്താനാകും. ബെയ്ജിംഗ്, ഹാങ്ഷായ്, ഗ്വാങ്ഷു തുടങ്ങിയ പ്രധാന നഗരങ്ങളിലേക്ക് 6 മണിക്കൂറിനുള്ളിൽ ഇവിടെ നിന്നും എത്തിച്ചേരാൻ സാധിക്കും. ചൈനയുടെ അതിവേഗ ഹൈസ്പീഡ് റെയിൽ ശൃംഖലയുടെ പുതിയ കേന്ദ്രങ്ങളിലൊന്നായാണ് ചോങ്ജിങ് ഈസ്റ്റ് റെയിൽവേ സ്റ്റേഷൻ മാറുന്നത്. ഇലോൺ മസ്ക് ഈ റെയിൽവേ സ്റ്റേഷനെ കുറിച്ച് പങ്കുവച്ച വീഡിയോ വെറും ഒരു റെയിൽവേ സ്റ്റേഷൻ കണ്ടതിലുള്ള കൗതുകമല്ലെന്നാണ് വിലയിരുത്തപ്പെടുന്നത്. സാങ്കേതിക വിദ്യ, ഓട്ടോമേഷൻ, കൃത്രിമ ബുദ്ധി, അതിവേഗ നിർമ്മാണം എന്നിവ സംയോജിപ്പിച്ച് വൻകിട അടിസ്ഥാന സൗകര്യ പദ്ധതികൾ എങ്ങനെ വേഗത്തിൽ പൂർത്തിയാക്കാമെന്നതിന് ചൈന ലോകത്തിനു മുന്നിൽ വെച്ച മാതൃകയാണ് ചോങ്ജിങ് ഈസ്റ്റ് റെയിൽവേ സ്റ്റേഷൻ. പല രാജ്യങ്ങൾ പതിറ്റാണ്ടുകളെടുത്ത് പൂർത്തിയാക്കുന്ന പദ്ധതികളെ ചൈന കുറച്ചു വർഷങ്ങൾക്കുള്ളിൽ യാഥാർത്ഥ്യമാക്കുന്നത് ലോകം അടുത്തുനിന്ന് നിരീക്ഷിക്കുകയാണ്. ചുരുക്കത്തിൽ ചോങ്ജിങ് ഈസ്റ്റ് റെയിൽവേ സ്റ്റേഷൻ വെറുമൊരു ഗതാഗത കേന്ദ്രമല്ല. സാങ്കേതിക വിദ്യയും വ്യവസായ ശേഷിയും ഒരുമിക്കുമ്പോൾ ഒരു രാജ്യം എത്ര വേഗത്തിൽ മാറുന്നുവെന്ന് വ്യക്തമാക്കി തരുന്ന ചൈനയുടെ ശക്തി പ്രകടനമായി അതിനെ കണക്കാക്കാം.
വാർത്തയുടെ നിറം തേടി തനിനിറം.